ഹായ് സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെറിക്കൽ ഡോമിൻ്റെ പ്രോബ്ലമാണ്. ബട്ട് അതൊരു സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് സ്പെഷ്യൽ കേസ് ആവുന്നതെന്ന്. അപ്പോൾ പ്രോബ്ലം ഇങ്ങനെയാണുള്ളത്. ഡിസൈൻ എ സ്പെറിക്കൽ ഡോം ഓവർ എ സർക്കുലർ റൂം with room diameter 12 meter. The rise of the dome is 4 meter and the live load due to wind, ice, snow is equal to 1.5 kilonewton per m square. The dome has a opening of 1.6 meter dia at its crown. A lantern is provided at its top which causes a dead load of 22 kilonewton acting along the circumference of the opening. Use M20 concrete and Fe 415 steel. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സ്പെഷ്യൽ കേസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഓപ്പണിങ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഡോമിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഓപ്പണിങ്. ആ ഓപ്പണിങ് വരുന്ന ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 മീറ്റർ ആണ്. അതുപോലെ തന്നെ ആ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ടൊരു ലാൻഡേൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ വരുന്നൊരു ചെറിയൊരു പ്രൊജക്ഷനാണ്. അത് ലാൻഡേൺ ഈസ് പ്രൊവൈഡ് അറ്റ് ഇറ്റ്സ് ടോപ്പ്. ആ ലാൻഡേൺ കാരണം എന്താണ്, ഒരു ഡെഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദി ഓപ്പണിങ്. അലോങ് ദി ഓപ്പണിങ്ങിൽ എന്താണ്, ഒരു ഡെഡ് ലോഡ്, ഒരു ലോഡ് ആക്ഷൻ വരുന്നുണ്ട് ഓഫ് 22 kilonewton. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കേസിലെ പോലെ തന്നെ ഒരു സിംപ്ലി എ ഡോമല്ല, ഇതിലൊരു ഓപ്പണിംഗ് ഉണ്ട് ആൻഡ് എ ലാൻഡേണും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ പ്രോബ്ലത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ M20ൻ്റെ കേസിൽ എന്താണ്, പെർമിസിബിൾ സ്ട്രെസ് ഇൻ കംപ്രഷൻ, അത് ബെൻഡിങ്ങും അതുപോലെ തന്നെ ഡയറക്റ്റും വാല്യൂസ് ചെയ്ത സിഗ്മ CBC is equal to 7 Newton per mm square. ഇത് നമുക്ക് കിട്ടുന്നത് ടേബിൾ 21 പേജ് നമ്പർ 81 എന്നാണ്. അതേപോലെ സിഗ്മ CC is equal to 5 Newton per mm square. അതേപോലെ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഫോർ M20 കോൺക്രീറ്റ് 2.8 Newton per mm square ആണ്. അത് പേജ് നമ്പർ 80 കാണാൻ പറ്റുന്നതാണ്. പിന്നെ പേജ് നമ്പർ 82 വരുന്ന ഒരു ടേബിളിലാണ് നമുക്ക് എന്താണ് Fe 415ൻ്റെ സ്റ്റീൽ, അതായത് പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ കിട്ടുന്നത് എന്താണ് 230 Newton per mm square സിഗ്മ ST. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, റൂം ഡയമീറ്റർ തന്നിട്ടുണ്ട് 12 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോമിൻ്റെ, അതായത് സ്പെറിക്കൽ ഡോമിൻ്റെ ഡയമീറ്റർ, അതായത് സ്ഫിയറിൻ്റെ ഡയമീറ്റർ എത്രയാണ് അല്ലെങ്കിൽ റേഡിയസ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിന് ഹൈപ്പോട്ടിന്യൂസ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു 6.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ എന്താണ് നമുക്ക് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ 6.5 മീറ്റർ എന്ന് കിട്ടും. പിന്നെ ഈ ഒരു കേസിൽ നമുക്ക് വരുന്ന വേറൊരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ്ങിൻ്റെ ഡയമീറ്റർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതായത് അത് 1.6 ആണ് ഡയമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഓപ്പണിങ്ങിൻ്റെ റേഡിയസ് വരെ 0.8 ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു പോർഷൻ നമ്മൾ PCQ എന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PCQൻ്റെ ഹൈറ്റ് അത് നമുക്കറിയില്ല. അത് നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം വരുന്നൊരു വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ആ H കണ്ടുപിടിക്കണം. അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ആ H കണ്ടുപിടിക്കാൻ നമുക്കൊരു ഒരു തം റൂൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ദറ്റ് ഇസ് ലൈക്ക് D - H into H is equal to S/2 whole square. ഓക്കെ, അപ്പോൾ അതിൽ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്താണ് സ്പാൻ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2 × 6.5, അതായത് ഈ ഒരു സ്ഫിയറിൻ്റെ ഡയമീറ്റർ തന്നെയാണ് 2 × 6.5 മൈനസ് H അൺനോൺ ആണ്, ഇൻറ്റു H ഈസ് ഈക്വൽ ടു S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പാൻ ആണ് വരുന്നത് 1.6, ഓപ്പണിങ്ങിൻ്റെ സ്പാൻ ആണ് വരുന്നത് 1.6/2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ
ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H ഈസ് ഈക്വൽ ടു 0.049 മീറ്റർ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ്, നമുക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഈ ഒരു ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലം ഒക്കെ ചെയ്ത പോലെ അതിലെന്താണ്, നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ഒരു ഡിസൈൻ പ്രൊസീജിയറിൽ നമുക്ക് ഓപ്പണിംഗ് ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പണിംഗ് ഇല്ലാത്ത ഡോമിൻ്റെ കേസിലാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു കേസിന്, അതായത് ഈ ഒരു കേസിനെ നമ്മൾ വേറൊരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു രീതിയിലാണ് ഈ പ്രോബ്ലത്തെ ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് treat it as full dome and apply equations to find the stress as usual. Usually നമ്മൾ എന്താണ്, ഫുൾ ഡോമിന് വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷൻസ് എന്താണ് നമ്മൾ യൂസ് ചെയ്യാം. ആൻഡ് ദ വെയ്റ്റ് ഓഫ് ദ പി സി ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിൽ ആ കട്ട് ചെയ്യുന്ന പോർഷൻ ഷുഡ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ലാൻഡേൺ. ഓക്കെ, ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ വെയ്റ്റ്, അതിൻ്റെ സെൽഫ് വെയ്റ്റ് നമ്മൾ ഈ ലാൻഡേണിൻ്റെ വെയ്റ്റിൽ നിന്ന് എന്താണ് നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, ലാൻഡേണിൻ്റെ എഫക്റ്റീവ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു W effective ഈസ് ഈക്വൽ ടു ഒറിജിനൽ വെയ്റ്റ്. ലാൻഡേണിൻ്റെ വെയ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 22 kN തന്നിട്ടുണ്ട്. ഓക്കെ, അത് മൈനസ് സെൽഫ് വെയ്റ്റ് ഓഫ് പി സി ക്യൂവിൻ്റെ സെൽഫ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്, ഇങ്ങനെ ഒരു കട്ട് പോർഷനാണ്, ഒരു സ്ഫിയറിൻ്റെ കട്ട് പോർഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സർഫസ് ഏരിയ ഇൻറ്റു വെയ്റ്റ് അല്ലെങ്കിൽ സെൽഫ് വെയ്റ്റ് ആണ്, യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദി കോൺക്രീറ്റ് ആണ് എന്ത് വരിക, അതിൻ്റെ സെൽഫ് വെയ്റ്റ് ഓഫ് ആ ഒരു എന്താ പറയുക പി സി ക്യൂവിൻ്റെ സെൽഫ് വെയ്റ്റ് വരിക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πRH ആണ്. ഓക്കെ, 2πRH, ക്യാപിറ്റൽ RH ആണെന്ത്, ഇതിൻ്റെ സർഫേസ് ഏരിയ വരിക, അതായത് ആ ഒരു പോർഷൻ്റെ സർഫേസ് ഏരിയൻ്റെ ഇക്വേഷൻ ഇതാണ്, ഇൻറ്റു W എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 2 കേസ് വരുന്നുണ്ട്. ആ 2 കേസിൻ്റെ മുന്നേ നമുക്ക് എന്താണ്, ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കാം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ലോഡ് ഫസ്റ്റ്, ഇതിൽ ടി നമ്മൾ 100 mm ആക്കിയാണ് എടുക്കുന്നത്. സെൽഫ് വെയ്റ്റ് ആണ്, സെൽഫ് വെയ്റ്റ് കണ്ടുപിടിക്കാൻ 25 × 0.1 × 1 എന്നുണ്ടാവും. പെർ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 kN/m² എന്ന് കിട്ടും. പിന്നെ ലൈവ് ലോഡ് തന്നിട്ടുണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 kN/m² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ 2 കേസിലാണ് നമ്മൾ ഇഫക്റ്റീവ് വെയ്റ്റ് ഓഫ് ലാൻഡേൺ കണ്ടുപിടിക്കുന്നത്. അതായത് എന്താണ്, കൺസിഡറിങ് ദി ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്. ഓക്കെ, അതേപോലെ ഒൺലി കൺസിഡറിങ് ദി ഡെഡ് ലോഡ് മാത്രം കൺസിഡർ ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇഫക്റ്റീവ് വെയ്റ്റ് ഓഫ് ലാൻഡേൺ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്, W1 നമ്മളെന്താ വിത്ത് കൺസിഡറിങ് ദി ലൈവ് ലോഡ് കൺസിഡർ ചെയ്തിട്ട് വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ 22 - 2πRH W ഇക്വേറ്റ് ചെയ്യാം. 22 ആണെന്ത് നമുക്കുള്ള, അതായത് വെയ്റ്റ് ഓഫ് ലാൻഡേണിൻ്റെ വാല്യൂ മൈനസ് 2πR 6.5 ആണ്, H 0.05 ആണ്, ഇൻറ്റു 4. ഓക്കെ, അതേപോലെ തന്നെ W2 എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ W1 ആൻഡ് ക്യാപിറ്റൽ W2 ആണ് വരിക. ഓക്കെ, അതിൽ 22 - 2πRH W. ഈ ഒരു ഡബ്ല്യൂവിൽ എന്താണ് 2.5 മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഈവൻ നമുക്ക് എന്താണ് ഇത് സ്മോൾ W1 ആൻഡ് സ്മോൾ W2 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. കുറച്ചും കൂടെ എന്താണ് കൺവിൻസിങ് ആയിട്ട് തോന്നും നമുക്ക്. ഓക്കെ, അപ്പോൾ W1 ആൻഡ് W2 അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ അടുത്ത സ്റ്റെപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സ്റ്റെപ്പിന് എന്താണ് ഹൂപ്പ് സ്ട്രെസ് ആൻഡ് മെറിഡിയനൽ സ്ട്രെസ് കണ്ടുപിടിക്കുക. അതിനുള്ള ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു, അതായത് മെറിഡിയനൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു W × ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ T × 1 + cos θ.
പ്ലസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ 2πr സൈൻ സ്ക്വയർ തീറ്റ. എച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള ഇക്വേഷനാണ്, അതെന്താണ് എഴുതുക. അതേപോലെ നമ്മൾ എന്താണ് നമുക്ക് തീറ്റ ആൻഡ് ആൽഫ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ തീറ്റ ആൻഡ് ആൽഫ ഈ ആംഗിളാണ്, ഈ ഒരു ആംഗിളാണ് തീറ്റ ആൻഡ് ഇതാണ് എന്താണ് ആൽഫ. അപ്പോൾ സൈൻ തീറ്റ ആൻഡ് സൈൻ ആൽഫ എടുത്തിട്ട് നമ്മൾ എന്താണ് ആൽഫ ആൻഡ് തീറ്റ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് തീറ്റാൻ്റെ വാല്യൂട്ട് മാക്സിമം വാല്യൂ ആണ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു 67 ഡിഗ്രി 22 മിനിറ്റ്സ് ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു ഏറ്റവും മിനിമം തീറ്റയുടെ ഡിഗ്രിയാണ്, മീൻസ് ഏറ്റവും മിനിമം ആംഗിൾ ആയിരിക്കും എന്ത് ആൽഫ. അതാണ് എന്ത് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് മാക്സിമം ആംഗിൾ ടു മിനിമം ആംഗിൾ. ആ ഒരു വാല്യൂവിലാണ് എന്ത് നമ്മൾ തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്ത് ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 7 ഡിഗ്രി 44 മിനിറ്റ്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താണ് ടി സ്ട്രെസ് ആൻഡ് എച്ച് സ്ട്രെസ്, അതായത് മെറിഡിയനൽ സ്ട്രെസ് ആൻഡ് ഹൂപ്പ് സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലോഡും ലൈവ് ലോഡും വരുന്ന കേസിൽ ആ ഒരു വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ, അതായത് ടോട്ടൽ ലോഡിൻ്റെ വാല്യൂ പ്ലസ് അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച W1. ഓക്കെ, W1 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ലാൻഡേൺ W1 അതെടുക്കുക. അതെടുത്തിട്ട് നമ്മൾ എന്താണ് ടി സ്ട്രെസ് കണ്ടുപിടിക്കണം. ഓക്കെ, ടി സ്ട്രെസ് അതായത് മെറിഡിയൻ സ്ട്രെസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ W1 ആൻഡ് ക്യാപിറ്റൽ W1 ആൻഡ് സ്മോൾ ലെറ്റർ W1 നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷേ എച്ചിൻ്റെ കേസിൽ നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യണം. എച്ച് സ്ട്രെസ് അതായത് ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ കേസിൽ നമ്മൾ എന്താണ് സ്മോൾ W1 ആൻഡ് ക്യാപിറ്റൽ W1ൻ്റെ കേസും അതുപോലെ തന്നെ സ്മോൾ W2 ആൻഡ് ക്യാപിറ്റൽ W2ൻ്റെ കേസും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് 7 ഡിഗ്രി ടു 4 മിനിറ്റ്സ് തൊട്ടിട്ട് 67 ഡിഗ്രി ടു 22 സെക്കൻഡ്സ് 22 മിനിറ്റ്സ് ഈ ഒരു ടൈം ഗ്യാപ്പിൽ വരുന്ന എന്താ വാല്യൂസൊക്കെ കണ്ടുപിടിക്കുക. അതായത് ഓരോരോ തീറ്റേൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് തീറ്റേൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് എന്താണ് നമ്മൾ ടി സ്ട്രെസ്സിൻ്റെയും എച്ച് സ്ട്രെസ്സിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ടി സ്ട്രെസ്സിൻ്റെ വാല്യൂവിൽ ഏറ്റവും മാക്സിമം വാല്യൂ, അതായത് കംപ്രസീവ് വാല്യൂ ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും മാക്സിമം വാല്യൂ, അതായത് എന്താണ് ടി സ്ട്രെസ് അല്ലെങ്കിൽ എന്താണ് മെറിഡിയൻ സ്ട്രെസ് എപ്പോഴും കംപ്രസീവ് ആവണം. അപ്പോൾ എന്താണ് അതിൽ ഏറ്റവും മാക്സിമം വാല്യൂ നമുക്ക് കിട്ടിയത് 0.354 എന്നാണ്. ഓക്കെ, അത് ഈ ഒരു കേസിൽ നിന്ന് അതായത് ടി സ്ട്രെസ്സിൽ നിന്ന് മെറിഡിയൻ സ്ട്രെസ് മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു 0.354 വിച്ച് ഈസ് ലെസ് ദാൻ 5 Newton/mm². ഓക്കെ, ചെക്ക് ചെയ്യുക അത് ഓക്കെ ആണ്. എന്താണ് ഓക്കെ ആണ് ആ കേസ്. രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുന്നത് ഹൂപ്പ് സ്ട്രെസ്സിലെ മാക്സിമം പോസിറ്റീവ് വാല്യൂ, അത് എടുക്കുന്നത് ഇതിൽ നിന്നാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിൽ കുറേ നെഗറ്റീവ് വാല്യൂസ് വരുന്നുണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിൽ ഏറ്റവും മാക്സിമം വാല്യൂ എടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യാം. അപ്പോഴും ഓക്കെ ആണ് നമുക്ക് വിച്ച് ഈസ് ലെസ് ദാൻ 5 Newton/mm² എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ കേസ് അതായത് സ്മോൾ W2 ക്യാപിറ്റൽ W2 വരുന്ന കേസിലെ മാക്സിമം നെഗറ്റീവ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, മാക്സിമം നെഗറ്റീവ് വാല്യൂ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.194 വിച്ച് ഈസ് ലെസ് ദാൻ 2.8 Newton/mm². അങ്ങനെ എന്താണ് നമുക്ക് 3 കേസും വിത്തിൻ ദി ലിമിറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്താണ് കേസസ് ഒക്കെ ഓക്കെ ആണ്.